അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിൽ ഒരാൾ കൂടി ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഒരാൾ കൂടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകും. അതോടൊപ്പം തന്നെ വൈൽഡ് കാർഡ് എൻട്രികൾ ഉണ്ടാകുമോ നാളത്തെ എപ്പിസോഡിൽ? ഈ ഒരാഴ്ചയിൽ വൈൽഡ് കാർഡ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഒന്നിലധികം പേര് ഉള്ളിൽ കയറുമെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? എല്ലാത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് വീക്കിൽ ഒരു എവിക്ഷൻ ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ ഒരു സെക്കൻഡ് വീക്ക് നോ എവിക്ഷൻ വീക്ക് ആയിരിക്കുമെന്ന് വിചാരിച്ചിരുന്നവരുടെ എല്ലാ ചിന്തകളും മാറ്റിപ്പിടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഈ ഒരു വീക്കിൽ ഡബിൾ എവിക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നലെ ഒരാൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 വിട്ട് പടിയിറങ്ങിയതോടുകൂടി ഈ ഒരു എവിക്ഷൻ തീർന്നു എന്ന് വിചാരിച്ചവർക്ക് തെറ്റി. ഈ ഒരു ഞായറാഴ്ചയും ലാലേട്ടൻ എത്തുന്ന ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിലും ഒരാൾ കൂടി ബിഗ് ബോസ് മലയാളം സീസൺ 6 വിട്ട് പടിയിറങ്ങുന്നു. സുരേഷാണത്. ഇപ്പോൾ സുരേഷിനെ പറ്റി പറയുകയാണെങ്കിൽ സുരേഷിന് ബിഗ് ബോസിന് വേണ്ടത്ര കണ്ടൻറ്റുകളൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായിക്കൊള്ളട്ടെ, ബിഗ് ബോസിൻ്റെ ലൈവ് വോട്ടിംഗ് റിസൾട്ടുകളിലായിക്കൊള്ളട്ടെ, മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ട് വളരെ വോട്ട് കുറവുള്ള ഒരു താരം തന്നെയായിരുന്നു സുരേഷ് എന്ന് പറയുന്നത്. എന്നാലും സുരേഷിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ആദ്യത്തെ ആഴ്ചയിൽ കുറച്ചൊക്കെ കണ്ടൻറ്റുകൾ ബിഗ് ബോസിൽ ഓടിക്കളിച്ചെങ്കിലും സുരേഷ് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെ ഒരിക്കലും സീസൺ 6 ഇതുപോലുള്ളൊരു മാറ്റിപ്പിടിച്ച് വരുന്നൊരു സീസണിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ബിഗ് ബോസിന് വേണ്ട ആളുകളെ മാത്രം ഇപ്പോൾ അവിടെ സേഫ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നീട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം, ഫസ്റ്റ് വീക്കിൽ എവിക്ഷൻ ഉണ്ടായി, ഈ ഒരു സെക്കൻഡ് വീക്കിൽ ഡബിൾ എവിക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇത്രയും അധികം ആളുകളെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യത്തിൽ വൈൽഡ് കാർഡ് എൻട്രികളെ പ്രതീക്ഷിക്കാമോ എന്ന്? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഈ ഒരാഴ്ചയിൽ തന്നെ വൈൽഡ് കാർഡ് എൻട്രികൾ ഉണ്ടാകാനായിട്ടുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഞായറാഴ്ചയിലെ ലാലേട്ടൻ വരുന്ന ഈ ഒരു സെക്കൻഡ് വീക്കെൻഡ് എപ്പിസോഡിൽ ഒരിക്കലും വൈൽഡ് കാർഡ് എൻട്രികൾ ഇല്ല എന്ന് തന്നെയാണ് അറിഞ്ഞത്. പക്ഷേ ഈ ഒരാഴ്ചയിൽ തന്നെ ഒന്നിലധികം പേർ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറാനായിട്ടുള്ള നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. അതിലൊരാൾ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ ആയിരിക്കും. പ്രവീൺ ഏകദേശം 100% ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേം ആയ ഒരു വ്യക്തി തന്നെയാണ്. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ പ്രവീൺ ആയിരിക്കും വരിക എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു സീസണിൽ ഒരുപാടധികം വൈൽഡ് കാർഡുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നൊരു അപ്ഡേറ്റ്. ഈ ഒരു സെക്കൻഡ് വീക്കിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് വീക്കിലോട്ട് കടക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഒന്നിലധികം പേർ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുമെന്നും കേൾക്കുന്നുണ്ട്. ഏകദേശം 6 വൈൽഡ് കാർഡ് എൻട്രികൾ ആകെ മൊത്തം ബിഗ് ബോസ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയാൻ പറ്റുന്നത്. ചിലപ്പോൾ അതിലും കൂടാം. കാരണം ബിഗ് ബോസിന് വേണ്ട ആളുകളെ മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസിൽ സേഫ് ആക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ ആണെങ്കിലും ഗെയിം കളിക്കുന്നവരാണ്, അവരുടെ രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നവരാണ്. പക്ഷേ ഫസ്റ്റ് വീക്കിൽ നടന്ന എവിക്ഷൻ ശരിക്കും അൺഫെയർ ആയിരുന്നു. അപ്പം നമുക്ക് നോക്കാം. എന്തൊക്കെയാണെങ്കിലും വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് കൊണ്ടുവരുന്നവർ ബിഗ് ബോസിന് ഒത്ത കണ്ടന്റുകൾ കൊടുക്കാൻ പറ്റുന്നവരാവട്ടെ, അടിപൊളിയായിട്ട് ബിഗ് ബോസ് ഹൗസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവരാവട്ടെ, അതുപോലെ തന്നെ നല്ല നല്ല ഗെയിമുകൾ കളിക്കാനായിട്ട് എല്ലാ കണ്ടസ്റ്റൻസിനും സാധിക്കട്ടെ. പുതുപുത്തൻ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്